വെൽക്കം. റഹ്മാനാണ്. മൈക്രോബയോളജി സീരീസിൽ ഗ്രാം പോസിറ്റീവ് ബാസില്ലായ റോഡ്സിൽ നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് ക്ലോസ്ട്രിഡിയത്തെ കുറിച്ചിട്ടാണ്. ക്ലോസ്ട്രിഡിയത്തിൽ 4 സ്പീഷീസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഒന്ന് ക്ലോസ്ട്രിഡിയം ടെറ്റനിയാണ്. ടെറ്റനി ഈസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെയുള്ളത് ബോട്ടുലിനമാണ്. ബോട്ടുലിനം ഈസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെയുള്ളത് പെർഫ്രിഞ്ചൻസ്. ക്ലോസ്ട്രിഡിയം പെർഫ്രിഞ്ചൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ക്ലോസ്ട്രിഡിയം ഡിഫിസൈൽ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഈ 4 നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഈ ഗ്രാം പോസിറ്റീവ് ബാസിലെ നമ്മൾ 2 ഗ്രൂപ്പാക്കിയാണ് നമ്മൾ തിരിച്ചത്. എന്തൊക്കെയായിരുന്നു? ഒന്ന് എൻഡോസ്പോറിക് ആണ്. എൻഡോസ്പോറിക് എന്ന് വെച്ചാൽ സ്പോർ ഉണ്ടാക്കുന്നത്. രണ്ടാമത്തത് നോൺ എൻഡോസ്പോറിക്. എൻഡോസ്പോറിക് ആൻഡ് നോൺ എൻഡോസ്പോറിക് എന്നാണ് നമ്മൾ തിരിച്ചത്. നോൺ സ്പോർ ഫോമിങ്. ആൻഡ് ഇതിൽ എൻഡോസ്പോറിക്കിനെ നമ്മൾ വീണ്ടും 2 ആക്കി തിരിച്ചു. അത് എന്ത് വെച്ചിട്ടായിരുന്നു? അത് എയ്റോബിക് ആണോ അനൈറോബിക് ആണോ? എയ്റോബിക് ആൻഡ് അനൈറോബിക്. അനൈറോബിക് ഒബ്ലിഗേറ്റ് അനൈറോബ്സ് എന്ന് പറഞ്ഞാണ് നമ്മൾ തിരിച്ചത്. സോ എയ്റോബിക് ബാസില്ലയിലാണ് നമ്മൾ ഏത് 2 പറഞ്ഞത്. നമ്മൾ ബാസില്ലസ് ആന്ത്രാസിസും ബാസില്ലസ് സെറിയസും നമ്മൾ പറഞ്ഞത്. അപ്പോൾ എനൈറോബിക്കിൽ ഈ എനൈറോബിക് ഒബ്ലിഗേറ്റ് എനൈറോബിൽ വരുന്നതാണ് ക്ലോസ്ട്രിഡിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് വരുന്നത്. ക്ലോസ്ട്രോഫോബിയ എന്നൊക്കെ പറഞ്ഞാൽ അല്ലെ, വായു കിടക്കാത്ത അടഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളോടുള്ള പേടിയാണ്. സോ അങ്ങനത്തെ ഉള്ളതുകൊണ്ട് അനൈറോബ്സ് എന്ന് നമ്മൾ വിളിക്കുക. സോ ദീസ് ആർ ഗ്രാം പോസിറ്റീവ് റോഡ്സ് ഓർ ബാസില്ലേ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്. എൻ്റെ കൂടെ തന്നെ ഗ്രാം സ്റ്റെയിനിങ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ അപ്പോൾ എന്ത് കളർ കിട്ടും? ബ്ലൂ അല്ലെങ്കിൽ പർപ്പിൾ കളർ ആയിരിക്കും ഗ്രാം സ്റ്റെയിനിങ്ങിൽ കിട്ടുക. ഇപ്പോൾ രണ്ടാമത്തെ പോയിന്റ്, ദീസ് ഓൾ ആർ അനൈറോബിക് ഓർ ഒബ്ലിഗേറ്റ് അനൈറോബ്സ് എന്നാണ്. പക്ഷേ ഒരു ചെറിയൊരു എക്സെപ്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ ക്ലോസ്ട്രിഡിയത്തിലെ പെർഫ്രിഞ്ചൻസ് എന്ന് പറയുന്നത് ദിസ് ഈസ് എയ്റോ ടോളറന്റ് ആണ്. എയ്റോ ടോളറന്റ് ആണ് എന്നുള്ളതാണ്. കുറച്ച് ഓക്സിജൻ ആകാം ഇതിന് മാത്രം. ഈ ക്ലോസ്ട്രിഡിയൻ സ്പീഷീസ് ഓൾ ആർ സാപ്രോഫൈറ്റ്സ് ആണ്. സാപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മിക്കവാറും സോയിൽ ഓർഗാനിക് മാറ്ററിലൊക്കെ ആയിട്ടായിരിക്കും കാണാം. ഇനി മനുഷ്യൻ്റെ ഉൾപ്പെടെ മൃഗങ്ങളുടെ ഇൻറ്റെസ്റ്റൈനിലും ഇത് കാണാം. പക്ഷെ എല്ലാം ഒന്നും മനുഷ്യനെ ഇൻഫെക്റ്റ് ചെയ്യാറില്ല. ഇനി അടുത്ത ചോദ്യം, ഇവക്ക് മോട്ടിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നാണ്. മിക്കവാറും ക്ലോസ്ട്രിഡിയം എല്ലാം തന്നെ കുറച്ച് മോട്ടൈലാണ്. മോട്ടൈൽ എന്ന് പറയുമ്പോൾ എക്സിബിറ്റ് സ്റ്റേറ്റ്ലി മൂവ്മെന്റ്. സ്റ്റേറ്റ്ലി മോട്ടിലിറ്റി എന്നാണ് വിളിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു സ്ലോ സ്റ്റഡി ഡെലിബറേറ്റ് ഫോം ഓഫ് മൂവ്മെന്റ്. അതിനെ സ്ലോ സ്വാർമിംഗ് മൂവ്മെന്റ് എന്നാണ് വിളിക്കുക. സ്വാർമിംഗ് മൂവ്മെന്റ് ഉള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ടെറ്റനിയൊക്കെ സ്വാമിംഗ് മൂവ്മെന്റ് ഉള്ളതാണ്. പക്ഷേ ക്ലോസ്ട്രിഡിയ സ്പീഷീസിലെ ക്ലോസ്ട്രിഡിയം പെർഫ്രിഞ്ചൻസ് ആൻഡ് ക്ലോസ്ട്രിഡിയം ടെറ്റനിയിലെ തന്നെ പലതരമുണ്ട്. 10 തരമുണ്ട്. അതിൽ 6th ടൈപ്പ്, 6ാമത്തെ ടൈപ്പ്. പിന്നെ ഒരെണ്ണം ക്ലോസ്ട്രിഡിയം റാമോസം. സോ ഇവയ്ക്ക് ഒന്നിനും മോട്ടിലിറ്റി ഇല്ല. സോ നോ മോട്ടിലിറ്റി. അവ മോട്ടൈൽ അല്ല, നോൺ മോട്ടൈൽ ആണ്. പ്രത്യേകിച്ച് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ പെർഫ്രിഞ്ചൻസും ദിസ് ടെറ്റനി 6ഉം നമുക്ക് ഓർത്തിരിക്കാം. സോ മോട്ടിലിറ്റി ഉണ്ടെങ്കിൽ എന്തായിരിക്കും? മോട്ടിലിറ്റി ഉണ്ടെങ്കിൽ ഫ്ലജെല്ല ഉണ്ടാകും. ക്ലോസ്ട്രിഡിയ വിച്ച് ആർ മോട്ടൈൽ ഓൾ ഹാവിംഗ് പെരിട്രിക്കസ് ഫ്ലജെല്ല ആയിരിക്കും ഉണ്ടാകുക. സോ അങ്ങനെയുള്ളതിന് പെരിട്രിക്കസ് ഫ്ലജെല്ല ഉണ്ടാകും എന്നുള്ളതാണ്. അടുത്ത പ്രധാന ചോദ്യം, ക്ലോസ്ട്രിഡിയ എല്ലാം ക്യാപ്സുലേറ്റഡ് ആണോ? ക്യാപ്സ്യൂൾ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം തന്നെ നോൺ ക്യാപ്സുലേറ്റഡ് ആണ്. ക്യാപ്സ്യൂൾ ഇല്ലാത്തതാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ അവിടെയും എക്സെപ്ഷൻസ് ഉണ്ട്. ക്ലോസ്ട്രിഡിയം പെർഫ്രിഞ്ചൻസ് തന്നെയാണ് ഇവിടെയും എക്സെപ്ഷൻ. അതിന് ക്യാപ്സ്യൂൾ ഉണ്ട്. ഇതിന് മാത്രമല്ല ക്ലോസ്ട്രിഡിയം ബ്യൂട്ടൈറിക്കം അതിനും ക്യാപ്സ്യൂൾ ഉണ്ട്. ആൻഡ് ദിസ് ക്യാപ്സ്യൂൾ ഇസ് എ വിറുലൻസ് ഫാക്ടർ ആണ് എന്ന് നമുക്കറിയാം. ഇനി ക്ലോസ്ട്രിഡിയ നമ്മൾ ക്ലാസിഫൈ ചെയ്തത് ഗ്രാം പോസിറ്റീവ് റോഡ്സിൽ സ്പോർ ഫോമിംഗിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. സോ അബൌട്ട് സ്പോറിനെ പറ്റി പറയണം. സോ ദേ ഹാവ് സ്പോർ ഫോർമേഷൻ ഉണ്ട്. ആൻഡ് മിക്കവാറും എല്ലാത്തിനും ഈ സ്പോർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണം ഇതാണ് ഇവയുടെ ഷേപ്പ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാത്തിൻ്റെയും സ്പോർ എന്ന് പറയുന്നത് സബ് ടെർമിനൽ ആണെന്ന് വെച്ചാൽ ഇതാണ് അതിൻ്റെ അറ്റമെങ്കിൽ ഏകദേശം ഇവിടെ ആയിരിക്കും അതിൻ്റെ സ്പോർ. സബ് ടെർമിനൽ സ്പോർ ആണ് കൂടുതൽ ഉള്ളത്. ഒരറ്റത്ത് നിയർ ദ എൻഡ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ക്ലോസ്ട്രിഡിയം ബോട്ടുലിനത്തിന് അങ്ങനെയാണ്. ഹിസ്റ്റോളിറ്റിക്കത്തിന് അങ്ങനെയാണ്. നൊവേലിന് അങ്ങനെയാണ്. സെപ്റ്റിക്കം എല്ലാം ഇങ്ങനെ സബ് ടെർമിനൽ ആണ്. ആൻഡ് ഈ സ്പോർസ് എന്ന് പറയുന്നത് ബൾജിങ് സ്പോർ ആണ്. ബൾജിങ് സ്പോർ എന്ന് പറയുമ്പോൾ പുറമേക്ക് ഇത്തിരി തള്ളി നിൽക്കുന്ന രീതിയിലുള്ള സ്പോറാണ്. ബാസിലയിലെ സ്പോർ നമ്മൾ പറഞ്ഞത് നോൺ ബൾജിങ് ആണ് എന്നും കൂടി ഒന്ന് ഓർക്കാം. പക്ഷേ ക്ലോസ്ട്രിഡിയം ടെറ്റനിയുടെ സ്പോർ എന്ന് പറയുന്നത് സ്ഫെറിക്കൽ ആണ്. സോ ടെറ്റനിയെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇറ്റ് ഈസ് സ്ഫെറിക്കൽ ആണ്. ആൻഡ് ഇത് ടെർമിനൽ ആണ്. ടെർമിനൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ ആയിരിക്കും, അറ്റത്ത് ഇങ്ങനെ ഇരിക്കുക. ഇതാ ഇങ്ങനെ അഡീഷ വരയ്ക്കണം, ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. ടെർമിനൽ ആണ്, നോട്ട് സബ് ടെർമിനൽ. അപ്പൊ അതുകൊണ്ട് ടെറ്റനിയുടെ സ്പോറിന് നമുക്ക് കാണാൻ പറ്റുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ഡ്രം സ്റ്റിക്ക് ലൈക്ക് അപ്പിയറൻസ് എന്നാണ് നമ്മൾ അതിനെ പറയാം. ഇനി ക്ലോസ്ട്രിഡിയം ടെർഷ്യം എന്ന് പറയുന്ന സ്പീഷീസിന്റെ അതിന്റെയും ഈ സംഭവം ഓവലാണ് ടെർമിനലാണ്. ഇപ്പൊ ഇത് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇത് ഓവലാണ് ടെർമിനൽ
ടെർമിനൽ ഏകദേശം അറ്റത്ത് തന്നെയാണ് ടെർമിനൽ. പക്ഷേ ദിസ് ഗീവ്സ് ഒരു പെക്യുലർ ഷേപ്പ് ഉണ്ട്. അത് നമ്മൾ ഞാൻ കുറച്ച് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ അത് വരയ്ക്കും. ഓവൽ ആൻഡ് ടെർമിനൽ എന്ന് പറയുമ്പോൾ ദിസ് ഗീവ്സ് എ ടെന്നീസ് റാക്കറ്റ് ഷേപ്പ് അപ്പിയറൻസ് ആയിരിക്കും കിട്ടുക. ദെൻ വേറൊരെണ്ണുള്ളത് ക്ലോസ്ട്രിഡിയം ബൈഫെർമെന്റസ് ആണ്. ബൈഫെർമെന്റസ് എന്ന് പറയുന്നത് അതിന്റെ സ്പോർ പക്ഷെ സെൻട്രലാണ്. സ്പോർ ഇപ്പോൾ ഇതിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ കറക്റ്റ് ഷേപ്പ് ഒന്നുമല്ല, സെൻട്രലാണ് എന്നുള്ളതാണ്. സ്പോർ ഓവൽ ഇൻ ഷേപ്പ് ആണ്. അപ്പോൾ ബൈഫർ എന്ന് പറയുമ്പോൾ രണ്ടായി ഒരു 2 ഈക്വൽ ഹാഫ് പോലെ കിട്ടും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ബൈഫർക്കേഷൻ അല്ലെ. സോ ഇനി ക്ലോസ്ട്രിഡിയമിന്റെ സ്പോർ എല്ലാം തന്നെ സാധാരണ രീതിയിൽ 100 ഡിഗ്രിയിൽ നശിക്കും. പക്ഷേ പെർഫ്രിഞ്ചൻസിന്റെ 45 ഡിഗ്രിയിൽ എബവ് ആണെങ്കിൽ അത് നശിക്കും എന്നുള്ളതാണ്. ഇനി കൾച്ചർ മീഡിയ നമ്മൾ പറയുമ്പോൾ ദീസ് ആർ അനൈറോബിക് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അനൈറോബിക് ആകുമ്പോൾ മാക്കിന്തോഷ് അല്ലെ, ജാർ നമുക്ക് ഉപയോഗിക്കാം. ദെൻ റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ഒപ്പം പെട്രോളിയം ലെയറോ വിത്ത് അനൈറോബിക് എൻവയോൺമെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ റോബർട്ട്സൺ കുക്ക് മീഡിയം നമുക്ക് ഉപയോഗിക്കാം. ദെൻ തയോഗ്ലൈക്കോലേറ്റ് ബ്രോത്ത് നമുക്ക് ടെറ്റനിക് ഒക്കെ ഉപയോഗിക്കാം. ദിസ് റോബിൻസൺ കുക്ക്ഡ് ഈ മീഡിയ വെച്ചിട്ട് നമുക്ക് അവയിലുണ്ടാകുന്ന റിയാക്ഷൻ വെച്ചിട്ട് നമുക്ക് ഇവയെ ക്ലാസിഫൈ ചെയ്യാം. സോ ഇതാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ. വൺ ഈസ് നോൺ സക്കാരോലൈറ്റിക് എന്നാണ് ഒരു ക്ലാസിഫിക്കേഷൻ. സക്കാരോലൈറ്റിക് എന്ന് വെച്ചാൽ സക്കാറിനെ നമ്മൾ ലൈസിസ് ചെയ്യാറില്ല എന്നുള്ളതാണ്. സോ അതിന്റെ എക്സാമ്പിൾ ക്ലോസ്ട്രിഡിയം ടെറ്റനി ആണ് അതിന്റെ എക്സാമ്പിൾ. ദെൻ ഓൺലി സക്കാരിനോലൈറ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഉദാഹരണത്തിന് ക്ലോസ്ട്രിഡിയം ബോട്ടുലിനിയം ഉണ്ട്. ബ്ലൂട്ടുലിനിയം നമുക്ക് പറയാം. ദെൻ ടേർഷ്യം ഈസ് അനദർ എക്സാമ്പിൾ. ദെൻ ഫോളോക്സ് ഉണ്ട്. ദെൻ പിന്നെയും 2-3 ഉണ്ട്. ഒക്കെ തൽക്കാലം ഇത്ര ഓർത്ത് വെക്കുക. ദെൻ നെയ്തർ സക്കാരോലിറ്റിക് ആൻഡ് നോർ പ്രോട്ടിയോലിറ്റിക്. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ പ്രോട്ടിയോലിറ്റിക്. ഇങ്ങനെ രണ്ടും ചെയ്യാത്തത് നമുക്കിപ്പോൾ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് ക്ലോസ്ട്രിഡിയം കോക്ലിയോറം ആണ് അതിന് എക്സാമ്പിൾ. ദെൻ predominantly സക്കാരോലിറ്റിക് എന്ന് വെച്ചാൽ കുറച്ച് മറ്റേതും ചെയ്യുമായിരിക്കും. അപ്പോൾ അതിന്റെ എക്സാമ്പിൾ പെർഫ്രിഞ്ചൻസ് അതിന്റെ എക്സാമ്പിൾ ആണ്. ഡിഫിസെയിൽ അതിന്റെ എക്സാമ്പിൾ ആണ്. നോവി ഇതിന്റെ എക്സാമ്പിൾ ആണ്. ദെൻ predominantly പ്രോട്ടിയോലിറ്റിക് എന്ന് പറയുമ്പോൾ അതിന്റെ എക്സാമ്പിൾ ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം ആണ്. ബോട്ടുലിനം ABF അതിന്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇവിടെ ഞാൻ വെറൈറ്റി എഴുതിയില്ല, ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് ബോട്ടുലിനിയം ഡിയും ഇയും ഒക്കെയാണ് ഇവിടെ വരുന്നത്. വേറെയും കുറെ എക്സാമ്പിൾസ് ഉണ്ട്. പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് മാത്രമേ ഞാൻ അടുത്ത് എഴുതിയെന്നുള്ളൂ. ഇതെങ്കിലും ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഓരോ സ്പീഷീസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ക്ലോസ്ട്രിഡിയം പെർഫ്രിഞ്ചൻസ് അല്ലെങ്കിൽ അതിന്റെ പഴയ പേര് വെൽച്ചി എന്നായിരുന്നു. രണ്ടും ഒന്ന് തന്നെയാണ്. അതിനെപ്പറ്റി പറയാം. സോ ഒബ്ലിഗേറ്റ് അനൈറോബാണ്, നോൺ മോട്ടൈലാണ്, സബ് ടെർമിനൽ സ്പോറാണ്, 45 ഡിഗ്രിയിൽ നശിക്കും. ഇതെല്ലാം നമ്മൾ പറഞ്ഞാണ്. ഇപ്പോൾ ഇതിൽ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് വൺ ഈസ് ടാർജറ്റ് ഹീമോലൈസിസ് അല്ലെങ്കിൽ നമുക്ക് അവയെ ഡബിൾ സോൺ അല്ലെങ്കിൽ ഡബിൾ ഹീമോലൈസിസ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഒരു കോളനി ആണെങ്കിൽ അതിന്റെ കോളനിയുടെ ചുറ്റും ഹീമോലിസ് ഉണ്ടാകും എന്നുള്ളതാണ്. സോ ഇതാണ് കോളനി എങ്കിൽ ചുറ്റും ഹീമോലിസിസ് ഉണ്ട് എന്നുള്ളതാണ്. സോ മൊത്തത്തിൽ ഹീമോലിസിസ് നടക്കുന്നുണ്ട്. ബീറ്റാ ഹീമോലിറ്റിക് എന്ന് വിളിക്കാം. കംപ്ലീറ്റ് ഹീമോലിസിസ് ഉണ്ട്. ആൻഡ് ഇന്നർ ഈ അകത്ത് ഇവിടെ കംപ്ലീറ്റ് ഹീമോലിസിസ് സോൺ ആണ് ഇത്രയും ഭാഗം. അത് ബിക്കോസ് ഓഫ് ദിസ് ഡെൽറ്റ ടോക്സിൻ മൂലമാണ്. ഇതിനകത്ത് ഡെൽറ്റ ടോക്സിൻ ഉണ്ട്. ഔട്ടർ സോൺ ഈസ് ബിക്കോസ് ഓഫ് ആൽഫ ഹീമോലൈസിസ്. രണ്ടാമത്തെ ഓർത്തിരിക്കേണ്ടത് ദാറ്റ് ഈസ് റിവേഴ്സ് CAMP ടെസ്റ്റ് നമ്മൾ പറഞ്ഞത് ബീറ്റ ഹൈമോലറ്റിക്കിൽ സ്ട്രെപ്റ്റോകോക്കസ് അഗലാക്റ്റിയയിലാണ് നമ്മൾ പറഞ്ഞത്. സോ ഇവിടെ അപ്പോൾ നമ്മളിവിടെ ബ്ലഡ് അഗർ ആ മീഡിയ എടുക്കുകയാണെങ്കിൽ ഇവിടെ വെർട്ടിക്കലായിട്ട് നമ്മൾ വളർത്തുന്നത് ഇവിടെ ക്ലോസ്ട്രിഡിയം ആണ് എന്നുള്ളതാണ്. ഓക്കെ, ക്ലോസ്ട്രിഡിയം പെർഫ്രിഞ്ചൻസ് ആണ് നമ്മൾ വെർട്ടിക്കൽ ആയിട്ട് വളർത്തുക. മറ്റോടത്ത് സ്റ്റെഫലോകോക്കസ് ഓറിയസ് ഒക്കെ ആയിരിക്കാം. ആൻഡ് ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മളിപ്പോൾ അഗലാക്റ്റിയും കൂടി വളർത്തുന്നു. അഗലാക്റ്റിയെ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടും വളർത്തി കഴിഞ്ഞാൽ ഈ അഗലാക്റ്റിയുടെ ഹീമോലിസിസ് വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. അഗലാക്റ്റിയുടെ ഹീമോലിസിസ് വർദ്ധിപ്പിക്കും. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ബിക്കോസ് ഇതിൽ നിന്ന് CAMP എന്ന് പറയുന്ന ഫാക്ടർ പുറത്തു വരും, റിലീസ് ചെയ്യുന്നു. സോ ഇൻക്രീസ്ഡ് സോൺ ഓഫ് ഹീമോലൈസിസ്. അപ്പോൾ അതിനുണ്ടാകുന്നത് ആരോ ഹെഡ് ഹീമോലൈസിസ് എന്ന് വെച്ചാൽ അവിടെയും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ റിവേഴ്സ് ആരോ ഹെഡ് ഹീമോലൈസിസ് ആണ്. അതുകൊണ്ടാണ് റിവേഴ്സ് CAMP ടെസ്റ്റ് എന്ന് നമ്മൾ പറയാം. ബട്ടർഫ്ലൈ ഹെഡ് എന്ന് നമുക്ക്. ആൻഡ് മൂന്നാമത്തെ ഒരെണ്ണം നമ്മൾ ഓർത്തിരിക്കേണ്ടത് നാഗുലർ റിയാക്ഷൻ ആണ്. നാഗുലർ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതിലുള്ളൊരു ടോക്സിൻ, ആൽഫ ടോക്സിൻ മൂലമുള്ള ഒരു സംഭവമാണ്. ഇപ്പൊ ഈ ആൽഫ ടോക്സിൻ അത് നമ്മളിപ്പോ എഗ് യോക്കുള്ള ഒരു സംഭവത്തിൽ വളർത്തിയ ഈ ആൽഫ ടോക്സിൻ നമുക്കറിയാം ലെസിത്തിനേസ് എന്ന് പറയുന്ന സംഭവമാണെന്ന് നമ്മൾ പിന്നീട് പറയും. ആൻഡ് എഗ് യോക്കിനകത്ത് ലെസിത്തിനിയ ധാരാളം ഉണ്ട്. അപ്പോൾ ഈ എഗ് യോക്കിനകത്ത് ലെസിത്തിനേസ് ആക്ടിവിറ്റി മൂലം ക്ലീവ് ചെയ്യുന്നതിനാൽ അവിടെ അപ്പോൾ അത്രയും ഭാഗം
മൂലം ഒപ്പാസിറ്റി ഉണ്ടാകും, ഒപ്പാസിറ്റി ഉണ്ടാകും എന്നുള്ളതാണ്. സോ ഒപ്പാലസൻസ് ഉണ്ടാകുന്നത് കൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള റിയാക്ഷനാണ് നമ്മൾ നാഗ്ലർ റിയാക്ഷൻ എന്ന് പറയുക. ആൻഡ് പെർഫ്രിൻജന്റെ ഷേപ്പ് ബോക്സ് കാർ ഷേപ്പ് തന്നെയാണ്. ഇനി പെർഫ്രിൻജൻസിന്റെ മറ്റൊരു ടെസ്റ്റ്, ദിസ് ക്യാൻ ഫെർമെന്റ്, ദിസ് ഫെർമെന്റേഷൻ ആണ്. ഫെർമെന്റ് ഗ്ലൂക്കോസിനെ ഫെർമെന്റ് ചെയ്യാം, ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്യാം, സുക്രോസിനെ ഫെർമെന്റ് ചെയ്യാം, മാൾട്ടോസിനെയും ഫെർമെന്റ് ചെയ്യാം. സോ അപ്പോൾ ലിറ്റ്മസ് മിൽക്കിനകത്ത് നമുക്ക് ടെസ്റ്റ് ട്യൂബിനകത്ത് ലിറ്റ്മസ് എടുക്കുക, ലിറ്റ്മസ് മിൽക്ക് ഒഴിക്കുക. അപ്പൊ ലാക്ടോസ് മിൽക്കിനകത്ത് ലാക്ടോസിന്റെ ഫെർമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡ് കളർ ഓഫ് ലിറ്റ്മസ് ചേഞ്ച് ചെയ്യും. ഉണ്ടാവുന്ന ആസിഡ് മൂലം കളർ ചേഞ്ച് ചെയ്യും. അപ്പോൾ ബ്ലൂ ടു റെഡ് കളർ ആകും. ആൻഡ് ഇതിനകത്ത് എന്തുണ്ട്, കേസിൻ ഉണ്ട് മിൽക്ക് പ്രോട്ടീനകത്ത്. സോ ആസിഡ് അപ്പോൾ കേസിനെ കൊയാഗുലേറ്റ് ചെയ്യും. സോ അപ്പോൾ ഒരു ആസിഡ് ക്ലോട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ് പ്രൊഡക്ഷൻ മൂലം ഈ ക്ലോട്ടഡ് മിൽക്കിനെ ഡിസ്റപ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഉണ്ടാകുന്ന മൊത്തത്തിൽ ആ കളറും റിയാക്ഷനും എല്ലാം കൂടി ചേർന്നാണ് സ്റ്റോമി ക്ലോട്ട് റിയാക്ഷൻ എന്നാണ് അതിനെ വിളിക്കുക. ഇതാണ് അടുത്ത റിയാക്ഷൻ ഓർത്തിരിക്കുന്നത്. ഇനി പെർഫ്രിൻജൻസിന്റെ വിറുലൻസ് ഫാക്ടേഴ്സ് നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻഡ് ദിസ് ഈസ് ഇൻവേസീവ് ആണ്, ടോക്സിക്കോജനിക് ആണ്. മേജറായിട്ട് 4 ടോക്സിൻ ഉണ്ട്. ആൽഫ ഉണ്ട്, ബീറ്റ ഉണ്ട്, എപ്സിലോൺ ഉണ്ട്, അയോട്ട ഉണ്ട്. ഇതാണ് 4 മെയിൻ ആയിട്ടുള്ളത്. പിന്നെ മൈനർ ആയിട്ടുള്ള ഒരു 8 എണ്ണം കൂടി ഉണ്ട്, മൈനർ 8 ടോക്സിൻസ് കൂടിയുണ്ട്. ആൻഡ് ഇതിൽ ആൽഫ ടോക്സിൻ ഇസ് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഇതിനെ നമ്മൾ ചിരുമ്പ് പറഞ്ഞു, ഇതെപ്പോഴാണ് പറയുന്നത് മാത്രമേ ഉള്ളൂ, ലെസിത്തിനേസ് അല്ലെങ്കിൽ ഫോസ്ഫോലിപ്പേസ് സി ആക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഇതിനകത്ത് പിന്നെ ഉള്ളത് ഹീറ്റ് ലബൈലായിട്ടുള്ള എൻറ്ററോടോക്സിൻ, എൻറ്ററോ എന്ന് പറയുമ്പോൾ GA ആണ്, എൻറ്ററോടോക്സിൻ കൂടിയുണ്ട്. പിന്നെയും കുറച്ച് സാധനങ്ങളുണ്ട്, ന്യൂറാമിനിഡേസ് ഉണ്ട്, ഹിസ്റ്റമിൻ ഉണ്ട്, ദെൻ ബേസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്, സർക്കുലേറ്റിംഗ് ഫാക്ടർ. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. ഈ സർക്കുലേറ്റിംഗ് ഫാക്ടറാണ് ഫാഗോസൈറ്റോസിസിൽ നിന്ന് ഇവയെ പ്രിവെന്റ് ചെയ്യുന്നത്. ഇനി ഈ ആൽഫ ടോക്സിൻ മൂലം ഉണ്ടാകുന്നതാണ് ഗ്യാസ് ഗാംഗ്രീൻ ഉണ്ടാകുന്നത്. സോ പെർഫ്രിൻജൻസ് ഉണ്ടാക്കുന്നത് ഗ്യാസ് ഗാംഗ്രീൻ ആണ്. വൂണ്ട് ഇൻഫെക്ഷൻസ് മൂലം സിമ്പിൾ വൂണ്ട് ആകാം, അല്ലെങ്കിൽ എനേറോബിക് സെല്ലുലൈറ്റിസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ എനേറോബിക് മയോസൈറ്റിക് ഗ്യാസ് ഗ്രാൻഡീൻ ഒക്കെ ഉണ്ടാകും. ഇതൊക്കെയാണ് വൂണ്ടിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇപ്പൊ മുറിവുകൾ, ക്രഷിംഗ് വൂണ്ട്സ്, ഉദാഹരണത്തിന് റോഡ് ട്രാഫിക് ആക്സിഡന്റ്, ബൈക്ക് ആക്സിഡന്റ്, അല്ലെങ്കിൽ മിലിറ്ററി ഇഞ്ചുറി. സോ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ ടൈപ്പ് എ സ്ട്രെയിനിലെ ആൽഫ ടോക്സിൻ, ടൈപ്പ് എ സ്ട്രെയിനകത്തുള്ള ആൽഫ ടോക്സിൻ മൂലമാണ് ഗ്യാസ് ഗാംഗ്രീൻ എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നത്. സോ സ്പോർസ് ശരീരത്തിൽ കയറി ഗ്യാസ് ഗാംഗ്രീൻ ആയിട്ട് അസുഖമായിട്ട് മാറും. ആൻഡ് ഇറ്റ് ഈസ് റാപ്പിഡ്ലി ഡെവലപ്പിംഗ് എഡിമാറ്റസ് മയോസൈറ്റിസ് ആണ്, പെട്ടെന്ന് തന്നെ സീരിയസ് ആകും എന്നുള്ളതാണ്. അപ്പോൾ ഗ്യാസ് ഗാംഗ്രീൻ ഉണ്ടാക്കുന്ന മറ്റ് ഓർഗാനിസംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ക്ലോസ്ട്രീഡിയം നോവി ഉണ്ടാകും, ദെൻ സെപ്റ്റിക്കം എന്ന് പറയുന്നതും ഗ്യാസ് ഗാംഗ്രീൻ ഉണ്ടാകും. ആൻഡ് അതിൽ 60% ഉണ്ടാക്കുന്നത് പെർഫ്രിൻജൻസ് ആണ്. 60% ഓഫ് ദി ഗ്യാസ് ഗാംഗ്രീൻ ഇസ് ബിക്കോസ് ഓഫ് പെർഫ്രിൻജൻസ്. ആൻഡ് സെപ്റ്റിക്കം മൂലം ഒരു 30 to 40% വരെ സെപ്റ്റിക്കം മൂലവും ഉണ്ടാകും, 20 to 40%. അപ്പോൾ ഗ്യാസ് ഗാംഗ്രീൻ ഏതാണ് ഞാൻ പറഞ്ഞത്, മയോസൈറ്റിക് ഗ്യാസ് ഗാംഗ്രീൻ ആണ് ഉണ്ടാകുക. മയോസൈറ്റ് എന്ന് പറയുമ്പോൾ മസിൽ സെല്ലുകളെ നശിപ്പിക്കും എന്നുള്ളതാണ്. പെർഫ്രിൻജൻസ് മൂലം ഉണ്ടാകുന്ന രണ്ടാമത്തെ പ്രശ്നം GI ഓർ എൻറ്ററിക് റിലേറ്റഡ് ആണ്. സോ എൻറ്ററിക് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഫുഡ് പോയിസണിങ് ആണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഇതിന്റെ ഹീറ്റ് റെസിസ്റ്റൻസ് പോറിലെ ടൈപ്പ് എ എൻറ്ററോടോക്സിൻ ആണ്. ടൈപ്പ് എ എൻറ്ററോടോക്സിൻ ആണ് ഇത് ഉണ്ടാക്കുന്നത്. പ്രധാനമായിട്ടും കാൻഡ് ഫുഡ്സ്, അടച്ച് പാത്രത്തിലൊക്കെ അടച്ച് മൂടി എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, കാൻ ഫുഡ് അതിൽ നിന്നുണ്ടാവുന്നതാണ്. ഇൻക്യുബേഷൻ പീരീഡ് 8 to 48 മണിക്കൂർ വരെ 2 ദിവസമൊക്കെ ഉണ്ട്. വയറിളക്കം, വാട്ടറി ഡയേറിയ ആണ് ഉണ്ടാകുന്നത്. ഇൻക്രീസ്ഡ് പെർമിബിലിറ്റി ടു കാൽഷ്യം നമ്മുടെ അവിടുത്തെ സെല്ലുകൾക്ക്, GI സെല്ലുകൾക്ക് കാൽഷ്യം പെർമിബിലിറ്റി കൂടുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് സെൽഫ് ലിമിറ്റിംഗ് ആണ്. ദെൻ പിന്നെ ഉണ്ടാകാവുന്നത് ഇപ്പോൾ ഉദാഹരണം എൻറ്ററിക് നെക്രോട്ടിക്കൻസ് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകാം. ഗ്യാസ് ഗാംഗ്രീൻ ഓഫ് ബവൽ ആണ് ഉണ്ടാകുന്നത്. അതിനെ നമ്മൾ പിഗ് ബെൽ ഡിസീസ് എന്നും വിളിക്കാം. ജജനത്തിലാണ് പ്രശ്നമുള്ളത്. സ്വീറ്റ് പൊട്ടറ്റോ, അൺകുക്ക്ഡ് പോർക്ക് ഒക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ടൈപ്പ് സി സ്ട്രെയിൻ, ഇത് ടൈപ്പ് എ സ്ട്രെയിൻ ആണ്, ഇത് ടൈപ്പ് സി സ്ട്രെയിൻ ആണ് ഉണ്ടാക്കുന്നത്. മറ്റൊരു പ്രശ്നം നെക്രോട്ടൈസിങ് എൻറ്ററോകോളൈറ്റിസ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അത് ടൈപ്പ് എ ടോക്സിൻ മൂലമാണ്. ഇത് ഉണ്ടാവുന്നത്. ദെൻ ഗാംഗ്രീനസ് അപ്പൻഡിസൈറ്റിസും ഉണ്ടാക്കാം. ദെൻ എൻഡോമെട്രിയൽ ഇൻഫെക്ഷൻസ് ആൻഡ് ഓൾ അതർ ഇൻഫെക്ഷൻസും ഉണ്ടാക്കാം. എങ്കിലും ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇനി ക്ലോസ്ട്രിഡിയം ടെറ്റനിയെ കുറിച്ചിട്ട് പറയാം. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ടെറ്റനസ് ഉണ്ടാക്കുന്നത് ഇതാണ് എന്നുള്ളതാണ്. ആൻഡ് ഇതിന്റെ സ്പോർ ഡ്രം സ്റ്റിക് അപ്പിയറൻസ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ ഇതുള്ളത് സോയിൽ, ഹോസ്പിറ്റൽ, ഇൻഡസ്റ്റൈൻ ഓഫ് ഹ്യൂമൻ, അനിമൽസ് ഒക്കെ ഇതുണ്ട്. ദെൻ റസ്റ്റീനയിൽ തുരുമ്പ് പിടിച്ച ആണി, അതിലൊക്കെ ആയിരിക്കും ഇത് കയറിയിട്ട് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറുക. ഇപ്പോൾ ട്രാഫിക് ഇഞ്ചുറി
ഇഞ്ചുറി അല്ലെങ്കിൽ അൺസ്റ്റെറൈൽ സർജറി, അബോർഷൻ, ഡെലിവറി, ഓട്ടൈറ്റിസ് മീഡിയ. സോ ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിലാണ് ഇത് ശരീരത്തിനകത്തേക്ക് കയറുകയും പിടിവിടുകയൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ അസുഖമായിട്ട് രൂപാന്തരപ്പെടുക. ആൻഡ് മനുഷ്യനിൽ നിന്ന് ഇത് മറ്റൊരു മനുഷ്യനിലേക്ക് പിടിക്കുന്ന പ്രശ്നമില്ല, സ്പ്രെഡ് ഇല്ല. ആൻഡ് അതിന്റെ മോട്ടിലിറ്റിയെ പറ്റി ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ക്ലോസ്ട്രീഡിയം ടെറ്റനി 6 ആണ്. 6 നോൺ മോർട്ടൽ ആണെന്ന് പറഞ്ഞു. മറ്റുള്ളവയെല്ലാം തന്നെ ഒരു സ്ലോ സ്വാമിംഗ് മൂവ്മെന്റ് കാണിച്ചേക്കാം എന്ന് പറയും. സാധാരണ നോൺ മോർട്ടൽ എന്നാണ് നമ്മൾ പറയുമെങ്കിലും സ്വാമിംഗ് മൂവ്മെന്റ് കാണിക്കുന്നത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ക്ലോസ്ട്രീഡിയം ടെറ്റനി ആണെന്ന് നമുക്ക് പറയാം. ആൻഡ് ഇവിടെ വിർലൻസ് ഫാക്ടേഴ്സ് 2 എക്സോടോക്സിൻ ആണ്. 2 എക്സോടോക്സിൻ. ഒന്ന് ടെറ്റനോലൈസിൻ ആണ്. ടെറ്റനോലൈസിൻ ഇതൊരു ഹീറ്റ് ലബേലാണ് ആൻഡ് ഓൾസോ ഓക്സിജൻ ലബേലാണ്. ആൻഡ് ഇവയ്ക്ക് പത്തോജെനിസിസിൽ കാര്യമായിട്ടുള്ള റോളൊന്നുമില്ല ടെറ്റനോലൈസിന്. പക്ഷെ രണ്ടാമത്തെ ആള് ഈ ടെറ്റനോസ്പാസ്മിൻ ആണ്. ടെറ്റനോസ്പാസ്മിൻ ആള് കൂടിയതാണ്. അതാണ് ടെറ്റനസ് ടോക്സിൻ എന്ന് പറയുന്നത് ഇതാണ്. ആൻഡ് ദിസ് ഇസ് എ ന്യൂറോടോക്സിൻ ആണ് എന്നുള്ളതാണ് ടെറ്റനസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് ടെറ്റനോസ്പാസ്മിൻ ആണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത് ഹീറ്റ് ലബേൽ ആണ്. ആൻഡ് ഈ ടെറ്റനോസ്പാസ്മിൻ മൂലമാണ് സ്കെലിറ്റൽ മസിൽ സ്പാസം ഉണ്ടാക്കുന്നത്. ആൻഡ് ഓൾസോ ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിന്റെ നെർവ് എൻഡിങ്ങിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നതും ദിസ് ടെറ്റനോസ്പാസ്മിൻ എന്ന് പറയുന്ന സംഭവം. ആൻഡ് ഇത് ആക്ട് ചെയ്യുന്നത്, ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു സിനാപ്സ് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ, സോ ദിസ് ആക്ട്സ് ഹിയർ, ദിസ് ആക്ട്സ് ഇൻ ദ പ്രീ സിനാപ്റ്റിക്കലി ആണ് ആക്ട് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് പോയിന്റ്. ആൻഡ് റിട്രോഗ്രേഡ് ആക്സോണൽ ട്രാൻസ്പോർട്ട് വഴി നെർവ് എൻഡിങ്സിൽ എത്തുന്ന ഇവ നെർവിൽ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് തടയും. സോ കൺട്രാക്ഷൻ തടയുന്ന ഇൻഹിബിറ്ററി, ഇപ്പോൾ ഉദാഹരണത്തിന് ഗാബ ഇസ് ആൻ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഗ്ലൈസിൻ. സോ ഇങ്ങനെയൊക്കെയുള്ള മസിൽ കൺട്രാക്ഷൻ തടയുന്ന ഇൻഹിബിറ്ററിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ മസിൽ കൺട്രാക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. മസിൽ കൺട്രാക്ഷൻസിന്റെ തടസ്സം മാറുന്നു. സോ ദേ ആക്ട് ഓൺ ഇൻഹിബിറ്ററി റെൻഷോ സെൽസ്. റെൻഷോ സെൽ നമ്മൾ എവിടെ പഠിച്ചിട്ടുള്ളത്? അത് ഇന്റർന്യൂറോൺസ് അല്ല, ഇൻഹിബിറ്ററി ഇന്റർന്യൂറോൺസിൽ പഠിച്ചിട്ടുള്ളതാണ് റെൻഷോ സെൽ. സോ അവിടെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്. സോ സ്പാസ്റ്റിക് മസിൽ കൺട്രാക്ഷൻ ഉണ്ടാക്കുക. ഓർത്തിരിക്കേണ്ടതാണ്, പ്രീ സിനാപ്റ്റിക് ആണ്, സ്പാസ്റ്റിക് മസിൽ കൺട്രാക്ഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ്. കാരണം മറ്റു ചിലത് സ്പാസ്റ്റിക് അല്ല, ഫ്ലാസിഡ് ആണ്. അത് നമുക്ക് വേറെ പറയാനുണ്ട്. സോ ദിസ് മേക്ക് സ്പാസ്റ്റിക്. ആൻഡ് മോസ്റ്റ് കോമൺ ടെറ്റനസ് എന്ന് പറയുന്നത് ജുവനൈൽ ടെറ്റനസ് ആണ്. ജുവനൈൽ എന്ന് പറയുമ്പോൾ പ്രായം നമുക്ക് ഓർക്കാം. ജുവനൈൽ ടെറ്റനിയാണ് മോസ്റ്റ് കോമൺ. പക്ഷെ സീരിയസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് നിയോനേറ്റൽ ടെറ്റനസ് ആണ് ഏറ്റവും പ്രശ്നം. വിഴുങ്ങാനൊക്കെ ബുദ്ധിമുട്ട്, പാല കുടിക്കാൻ ബുദ്ധിമുട്ട്. ആൻഡ് കുട്ടികളിൽ ഉണ്ടാകുന്ന ഈ നിയോനേറ്റൽ ടെറ്റനസിന് നമുക്ക് വേറൊരു പേര് വിളിച്ചു കഴിഞ്ഞാൽ 8th ഡേ ഡിസീസ് എന്നും നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്. 8th ഡേ ഡിസീസ്. ആൻഡ് ടെറ്റനസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു 6 to 12 ദിവസം ആണ് എന്നുള്ളതാണ്. ആൻഡ് ഇത് ആദ്യം എഫക്ട് ചെയ്യുന്നത് ഫേസ് ആൻഡ് ജോ മസിൽസിനെയാണ് ആദ്യം എഫക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആദ്യത്തെ സിംറ്റം എന്ന് പറയുന്നത് ട്രിസ്മസ് എന്ന് പറയും. ട്രിസ്മസ് അല്ലെങ്കിൽ ലോക്ക്ഡ് ജോ ആണ്. ജോ ലോക്ക്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. മാസറ്റർ മസിലിന്റെ ടോൺ കൂടുന്നു. വയലുള്ള മാസറ്റർ മസിലിന്റെ ടോൺ കൂടുന്നതുകൊണ്ട് ലോക്ക്ഡ് ജോ ഉണ്ടാകുന്നു. പിന്നീട് മസിൽ പെയിൻ, സ്റ്റിഫ്നെസ്, ബാക്ക് പെയിൻ, വിഴുങ്ങാൻ ബുദ്ധിമുട്ട് എന്നിവയൊക്കെ ഉണ്ടാക്കാം. പിന്നീട് മൊത്തം പെയിൻഫുൾ മസിൽ സ്പാസം ആയിരിക്കും. ലോക്കലൈസ്ഡോ അല്ലെങ്കിൽ ജനറലൈസ്ഡോ ആകാം. സോ അപ്പോൾ ഉണ്ടാകുന്നത് ഡിസെൻഡിങ് സ്പാസ്റ്റിക് പാരാലിസിസ് ആണ്. ഡിസെൻഡിങ് സ്പാസ്റ്റിക്, ഈ വാക്ക് ഓർക്കുക. സ്പാസ്റ്റിക് എന്നുള്ള വാക്ക് ഓർക്കുക. പാരാലിസിസ് ആണ് ഉണ്ടാക്കുക. ഡീപ് ടെൻഡൻ റിഫ്ലക്സ് എല്ലാം തന്നെ എക്സാഗ്രേറ്റഡ് ആകും. ഇപ്പോൾ ടെറ്റനസിന്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റൈസസ് അല്ലെങ്കിൽ റൈസസ് സാർഡോണിക്കസ് എന്ന് പറയുന്നതാണ് ഒരു കോംപ്ലിക്കേഷൻ. ആൾ ചിരിക്കുന്ന പോലെ ഇരിക്കും. ഫേഷ്യൽ മസിൽസ് തുടർച്ചയായിട്ട് അബ്നോർമൽ സ്പാസത്തിലിരിക്കും കഴിഞ്ഞാൽ ഒരു ഗ്രിന്നിങ് അപ്പിയറൻസ് ആണ്. ഗ്രിന്നിങ് അപ്പിയറൻസ് ഓഫ് ഫേസ്. പിന്നെ ഉള്ളത് ഒപ്പിസ്തോട്ടോണസ് ആണ്. ഒപ്പിസ്തോട്ടോണസ് എന്ന് പറയുമ്പോൾ ആളിങ്ങനെ കൂനിയിരിക്കുക. അത് തലയാണെങ്കിൽ ഇത് കാലം ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഒപ്പിസ്തോട്ടോണസ്. ജനറലൈസ്ഡ് സ്പാസ്റ്റിക് കൺട്രാക്ഷൻ ഓഫ് എക്സ്റ്റൻസർ മസിൽ. ശരീരം കുത്തി വളഞ്ഞു നിൽക്കലാണ്. ആൻഡ് അവസാനമായിട്ട് എഫക്ട് ചെയ്യുന്നത് റെസ്പിറേറ്ററി മസിൽസിനായിരിക്കും. അപ്പോൾ അത് ശ്വാസം മുട്ട് മരണകാരണമാകാം. അപ്പോൾ ഇത് നമുക്ക് കൊടുക്കാവുന്ന ടെറ്റനസിന് നമുക്ക് പാസീവ് ഇമ്മ്യൂണൈസേഷൻ ആണ് നമ്മൾ കൊടുക്കുക. ടെറ്റനസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുക. അതിന്റെ ഹ്യൂമൻ ഉണ്ട്, ദെൻ ഇക്വിൻഡിറൈഡ് ആന്റി ടെറ്റനസ് സിറം ഉണ്ട്. ഹ്യൂമൻ ആയിരിക്കും നമ്മൾ കൊടുക്കുക. ദെൻ നോൺ വാക്സിനേറ്റഡ് ആൾക്കാരിലാണെങ്കിൽ കമ്പൈൻഡ് ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണൈസേഷൻ രണ്ടും നമ്മൾ കൊടുക്കും. പിന്നെ ഇഞ്ചക്ഷൻ TT ആണ് നമ്മൾ ആക്സീവ് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുക. തുടയിലൊക്കെ ആയിരിക്കും IM ആയിട്ട് കൊടുക്കുക. ഡെൽറ്റോയിലൊക്കെ കൊടുക്കുന്ന സാധാരണ നമ്മൾ കൊടുക്കുന്നത് DPTയിലാണ്. DPT ആയിട്ടാണ് കൊടുക്കുക. 7 ഇഞ്ചക്ഷൻ ആണ്. 16 വയസ്സ് വരെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ജനിച്ചോട്ട് 16 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ 7 ഇഞ്ചക്ഷൻ നമ്മൾ മൊത്തം കൊടുക്കുന്നുണ്ട്. അടുത്ത ഇമ്പോർട്ടന്റ് ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം ആണ് പ്രധാനപ്പെട്ടത്. ആൻഡ് ഇതിന്റെ സ്പോർ ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്. 100 ഡിഗ്രി സ്പോറിനെ പറ്റിയാണ് പറഞ്ഞത്. ആൻഡ് ഇതിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ബോട്ടുലിനം
ബോട്ടുലീനിയം ടോക്സിൻ അല്ലെങ്കിൽ BT എന്ന് നമ്മൾ എഴുതുന്നത് ഇതാണ്. പവർഫുൾ ന്യൂറോടോക്സിൻ ആണ്. ലോകത്തിൽ ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടുള്ള ഏറ്റവും വീര്യമേറിയ വിഷം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ബോട്ടുലിനിയം ടോക്സിൻ ആണ്. വിവിധ സീറോ ടൈപ്സ് ഉണ്ട്. A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, C1 then C2 ഇങ്ങനെയുള്ളതുണ്ട്, then D ഉണ്ട്, E ഉണ്ട്, F ഉണ്ട്, G ഉണ്ട്. ആൻഡ് ഇവയിൽ മനുഷ്യനെ ബാധിക്കുന്നത് A ബാധിക്കും, B ബാധിക്കും ആൻഡ് E. ഇത് മൂന്നുമാണ് മനുഷ്യനെ ബാധിക്കുന്നത്. ആൻഡ് ഈ C2 ഉണ്ടാക്കുന്നത് എന്ററോടോക്സിൻ ആണ്. എന്ററോടോക്സിൻ മാത്രമാണ് C2 ഉണ്ടാക്കുന്നത്. ആൻഡ് ഈ ടോക്സിൻ പ്രവർത്തിക്കുന്നത് ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിലാണ്. സോ ഇതിപ്പോൾ വീണ്ടും ഞാൻ ന്യൂറോ മസ്കുലാർ, ഇത് മസിലാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ ഇവിടെ പ്രീസിനാപ്റ്റിക് വർക്ക് ചെയ്യുന്ന ഇവിടെയാണ്. പക്ഷേ ഇവിടെ റിലീസ് ഓഫ് അസറ്റൈൽ കൊളീൻ തടയുകയാണ്. സോ ഇവിടെ നിന്ന് ഇത് അസറ്റൈൽ കൊളീൻ ഇങ്ങോട്ട് വിടണമെന്നുണ്ടെങ്കിൽ അസറ്റൈൽ കൊളീൻ ഇവിടെ സിനാപ്സിൽ വേണം. സിനാപ്സിൽ എത്താനായിട്ട് ഇവിടെ നിന്ന് റിലീസ് ചെയ്യണം. സോ ഇവിടെ കുറച്ച് സ്നെയർ പ്രോട്ടീൻസ് ഉണ്ട്. സ്നെയർ പ്രോട്ടീൻസ് എന്നാണ് അതിനെ നമ്മൾ വിളിക്കുക. സോ ഞാൻ എക്സോസൈറ്റോസിസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ സ്നെയർ പ്രോട്ടീൻസിനെ നമ്മൾ ക്ലീവ് ചെയ്യാണ് ഇവിടെ. എന്നാലാണ് ഇത് രണ്ടും ഇവിടെ യോജിക്കുക. അപ്പോൾ അസറ്റൈൽ കൊളീൻ റിലീസ് ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അസറ്റൈൽ കൊളീൻ റിലീസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഉണ്ടാകുന്ന പാരാലിസിസ് ഈസ് ഫ്ലാസിഡ് പാരാലിസിസ് ആണ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞത് സ്പാസ്റ്റിക് പാരാലിസിസ് ആണ്, ഇത് ഫ്ലാസിഡ് പാരാലിസിസ് ആണ്. ഇത് സ്പാസ്റ്റിക് പാരാലിസിസ് അല്ല ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കുന്നത് ഡിസെൻഡിങ് ഫ്ലാസിഡ് പാരാലിസിസ്, മറ്റേത് ഡിസെൻഡിങ് സ്പാസ്റ്റിക് പാരാലിസിസ് ആയിരുന്നു. ആൻഡ് വിവിധ തരം ബോട്ടുലിനുണ്ട്. ഉദാഹരണത്തിന് ഫുഡ് ബോൺ, ഭക്ഷണത്തിൽ നിന്ന് പകരുന്നത്. കേൻഡ് ഫുഡിൽ നിന്ന് പ്രീഫൗണ്ട് ബോട്ടുലിയം ടോക്സിൻ അതിൽ നിന്ന് പകരാം. 2 വൂണ്ടിൽ നിന്ന് പകരാം, വൂണ്ട് ബോട്ടുലിസം. അപ്പം സ്പോറിൽ നിന്നായിരിക്കും. മൂന്നാമത്തത് ഇൻഫന്റ് ബോട്ടുലിസം ആണ്. ഇൻഫന്റ് വരുന്നത് മിക്കവാറും തേനിൽ നിന്നാണ്. തേനിനകത്ത് സ്പോർ ഉണ്ടാകും. ലെസ് ദാൻ 1 ഇയർ ഉള്ള കുട്ടികളിലാണ്. അപ്പോൾ അതിൽ ഇൻഫ്ലോപ്പി ചൈൽഡ് സിൻഡ്രോം എന്ന് പറയുന്ന പ്രശ്നമൊക്കെ ആയിരിക്കും അതിലുണ്ടാക്കുക. നാലാമത്തത് ഇയാട്രോജനിക് ആണ്. ഇയാട്രോജനിക് എന്ന് വെച്ചാൽ ഈ സംഭവം ശരീരത്തിനകത്ത് ഇഞ്ചക്ഷൻ ഓഫ് ഓവർ ഡോസ്. അപ്പോൾ ബോട്ടുലിനിയത്തിന്റെ സിംറ്റംസ് ബാധിക്കുന്നത് ക്രേനിയൽ നെർവ്സിനെ ബാധിക്കാം, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ബാധിക്കാം. അങ്ങനെ ബാധിച്ചാൽ അതിൽ നിന്നെല്ലാം അസറ്റൈൽ കൊളീൻ റിലീസ് കുറയുന്നു. അപ്പോൾ ഉണ്ടാകുന്ന എല്ലാ സിംറ്റംസും നമുക്ക് D വെച്ചിട്ടാണ് എഴുതുക. ഞാനപ്പോൾ ഇവിടെ എഴുതാം. ഡിപ്ലോപ്പിയ ഉണ്ടാകാം, ഡിസ്ഫോണിയ ശബ്ദമാണ് പ്രശ്നം, ഡ്രൈ മൗത്ത് ഉണ്ടാകാം, ഡിസ്ഫാഗിയ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകാം, ദെൻ ഡിസ്നിയ ശ്വാസം പ്രശ്നമാണ്, ഡിസാർത്രിയ ഉണ്ടാകാം എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് ഡിസെൻഡിങ് സിമെട്രിക് ഫ്ലാസിഡ് പാരാലിസിസ്. അത് ഞാൻ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡിസെൻഡിങ് ഫ്ലാസിഡ് പാരാലിസിസ് ഉണ്ടാക്കാം, ക്വാഡ്രിപാരസിസ് ഉണ്ടാക്കാം, ദെൻ ഡിക്രീസ്ഡ് ഡീപ്പ് ടെൻഡൻ റിഫ്ലക്സസ് എല്ലാം കുറയും. പിന്നെ ഒരെണ്ണം C വെച്ച് വേണം എഴുതാവുന്നത് കോൺസ്റ്റിപ്പേഷൻ നമുക്ക് എഴുതാം, മിഡ്രിയാസിസ് അല്ലെങ്കിൽ റിയാക്റ്റീവ് പ്യൂപ്പിൾ കൂടി നമുക്ക് എഴുതാം. ഏറ്റവും അവസാനം റെസ്പിറേറ്ററി മസിൽസ് ആയിരിക്കും പാരാലിസിസ് ഉണ്ടാകുക. പക്ഷെ നോ സെൻസറി ഓർ കോഗ്നിറ്റീവ് ഡെഫിസിറ്റ്സ്. സെൻസറി കോഗ്നിഷൻ അതിലൊന്നും യാതൊരു പ്രശ്നമില്ല. ആൻഡ് ഇനി ടോക്സിൻ നമ്മൾ വിഷമാണെന്ന് പറഞ്ഞ ലോകത്തിലെ, പക്ഷേ ഇതിന് മെഡിക്കൽ യൂസസ് ഉണ്ട്. ഞാനത് ഓൾറെഡി സെപ്പറേറ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ മുഖത്തെ ചുളിവുകൾ, റിങ്കിൾസ് മാറ്റാൻ വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. കോസ്മെറ്റിക് ആയിട്ട് വരെ ഉപയോഗിക്കുന്ന വിഷമാണ് ഇത്. ഇപ്പോൾ ക്ലോസ്ട്രിഡിയം സ്പീഷീസിലെ അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ക്ലോസ്ട്രിഡിയം ഡിഫിസൈൽ ആണ്. ഡിഫിസൈൽ എന്ന് പറയുന്നത് ഇതാണ് മോസ്റ്റ് കോമൺ ക്ലോസ്ട്രിഡിയം ഡിഫിസൈൽ ആണ്. സോയിലിനകത്ത് കാണും. പക്ഷേ GI ട്രാക്ട് ഓഫ് ദ ഹ്യൂമൻസിലുണ്ട്. ഇത് അസുഖമായിട്ട് വരുന്നത് പ്രൊലോങ്ഡ് ആയിട്ടുള്ള ആന്റി മൈക്രോബിയൽ തെറാപ്പി, ആംബിസിലിനോ സെഫാലോസ്പോറിനോ പെൻസിലിൻസ് ഒക്കെ സ്ഥിരമായിട്ട് കുറെ നാൾ ഉപയോഗിക്കുമ്പോൾ GI ഫ്ലോറ, GITയിലെ ഫ്ലോറ, നോർമൽ ഫ്ലോറ നശിപ്പിക്കപ്പെടുമ്പോൾ ഇത് കൂടുതലായിട്ട് തഴച്ച് വളരുന്നു എന്നുള്ളതാണ്. ഓവർ ഗ്രോത്ത് ഉണ്ടാകും. അപ്പോൾ ഉണ്ടാകുന്ന അസുഖത്തെ നമ്മൾ സ്യൂഡോ മെംബ്രേനിയസ് കൊളൈറ്റിസ് എന്നാണ് വിളിക്കുക എന്ന പ്രശ്നമാണ് ഉണ്ടാകും. സോ അപ്പോൾ ഇവൽ ടോക്സിൻസ് 2 തരം, 2 ടോക്സിൻസ് ഉണ്ട്. ഒന്ന് ടോക്സിൻ A ആണ്, 2 ടോക്സിൻ B ആണ്. ടോക്സിൻ A ആണ് ദിസ് എന്ററോടോക്സിൻ എന്ന് പറയുന്നത്. ഇതാണ് GI ഉള്ള ബ്രഷ് ബോർഡർ സെൽസിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. ടോക്സിൻ B എന്ന് പറയുന്നത് ഒരു സൈറ്റോടോക്സിൻ ആണ്. ഇത് സെല്ലുലാർ ഫിലമെന്റ്സ്, ഉദാഹരണത്തിന് ആക്റ്റിൻ അങ്ങനെയൊക്കെയുള്ള ഫിലമെന്റ്സിലാണ് അതിനെ നശിപ്പിക്കുക. ആൻഡ് ദിസ് ഈസ് മോർ പൊട്ടന്റ് ആണ്. B ഈസ് മോർ പൊട്ടന്റ്. പക്ഷേ A ആണ് പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കുക. എന്തായാലും സ്യൂഡോ മെംബ്രേനിയസ് കൊളൈറ്റിസ് മൂലം ഉണ്ടാകുന്നത് സിവിയർ വാട്ടറി ഡയറിയ, വയറിളക്കമാണ് ഇതിന്റെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നം. ദെൻ പനി, ഫീവർ, അബ്ഡോമിനൽ പെയിൻ, ലുക്കോസൈറ്റോസിസ്, ടോക്സിക് മെഗാകോളോൺ തുടങ്ങിയവയെല്ലാം ഉണ്ടാകും. ആൻഡ് ഈ രോഗത്തിന് ചികിത്സിച്ചു കഴിഞ്ഞാലും റിലാപ്സ് കൂടുതലാണെന്നുള്ളതാണ്. 15-30% പേരിൽ വീണ്ടും വരാം എന്നുള്ളതാണ്. ആൻഡ് നെക്രോട്ടിക് മെംബ്രെയിൻ, ആ മെംബ്രെയിൻ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ GIയുടെ ഏറ്റവും ഇൻറ്റസ്റ്റൈനിലുള്ള ഈ മെംബ്രെയിൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നശിച്ചിരിക്കും. നെക്രോട്ടിക് മെംബ്രെയിൻ പ്രസന്റ് ആണ്. ദെൻ അതിനകത്ത് മ്യൂക്കോസൽ ആസ്പെക്ട്സ്, ഇവിടെ കൂടുതലായിട്ട് ഒരു മ്യൂക്കോസൽ ആസ്പെക്ട് കൂടുതലായിട്ട് കാണാം.
അപ്പോൾ അവിടെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു വോൾക്കാനോ ലൈക്ക് ഇറപ്ഷൻ മൈക്രോസ്കോപ്പി എന്നാണ് പറയാം. ഇവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഈ മ്യൂക്കോസൽ ലെയർ ആണല്ലോ, നമ്മൾ പേര് തന്നെ സ്യൂഡോ മെംബ്രെയിനിയസ് കൊളൈറ്റിസ് ആണ്. അപ്പോൾ ഒരു അഡീഷണൽ ആയിട്ട് ഒരു സ്യൂഡോ മെംബ്രെയിൻ പോലെ ഫോം ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതാണ്. ആൻഡ് ഓറോഫോക്കൽ റൂട്ട് ഡയറക്റ്റ് ഹാൻഡ് ടു ഹാൻഡ് കോണ്ടാക്ട് വഴിയൊക്കെ പകരാം എന്നുള്ളതാണ്. ആൻഡ് അപ്പോൾ നമുക്ക് സ്റ്റൂൾ കൾച്ചർ ചെയ്യാം. ദെൻ സെലക്റ്റീവ് മീഡിയ നമ്മൾ ഉപയോഗിക്കുന്നത് CCFA എന്നുള്ള മീഡിയമാണ്. സെഫോക്സിറ്റിൻ, സൈക്ലോസെറിൻ, ഫ്രക്ടോസ് അഗർ ഒക്കെ ചേർന്ന മീഡിയമാണ്. പിന്നെ ഒരു മീഡിയം CCYA ആണ്. Y ഈസ് ഫോർ എഗ് യോക്ക് ആണ്. ആൻഡ് ടോക്സിൻ B ജീൻ ആണ് സ്പെസിഫിക് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നത് PCR വഴി. നമുക്കത് ഏറ്റവും സെൻസിറ്റീവ് ആണ്, സ്പെസിഫിക് ആൻഡ് സെൻസിറ്റീവ് ആണ്. ദെൻ ഏറ്റവും ബെസ്റ്റ് ഹിസ്റ്റോപാത്തോളജി ആണ്. ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇത് കാണാൻ പറ്റും. ആൻഡ് ഇത് പകരാതിരിക്കാനായിട്ട് സോപ്പ് വാഷ് ആണ് പറയുക. നമ്മൾ ആൽക്കഹോൾ വെച്ചിട്ട് നമ്മുടെ ആ കൈ കഴുകി തുടച്ചിട്ട് കാര്യമൊന്നുമില്ല. സോപ്പ് വാഷ് ആണ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് സ്യൂഡോ മെംബ്രെയിനസ് കൊളൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ വാങ്കോമൈസിനും മെട്രോനെഡസോൾ പോലെയൊക്കെയുള്ള ആൻറ്റിബയോട്ടിക്സ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ക്ലോസ്ട്രിഡിയം. ക്ലോസ്ട്രിഡിയത്തെ കുറിച്ച് 4 സ്പീഷീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത്. പെർഫിൻജൻസ് പറഞ്ഞു, ദെൻ ടെറ്റനി പറഞ്ഞു, ദെൻ ബോട്ടുലിനം പറഞ്ഞു, ദെൻ ഡിഫിഷ്യൽ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ക്ലോസ്ട്രിഡിയം. താങ്ക് യു ഫോർ വാച്ചിങ്.